ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ. തെന്നലറിയാതെ അണ്ണാറ കണ്ണറിയാതെ ചിങ്ങിക്കരയണ കാണാപ്പൂവിന്റെ കണ്ണീരൊപ്പാമോ. ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ. മുത്തശ്ശിയമ്മയെ കാണാൻ വാ. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ. കിളിയല്ലൂർ കൃഷിഭവൻ്റെ പരിധിയിലുള്ള കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ ഫീൽഡിലാണ് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചീരമയം തന്നെയാണ്. പ്രായം എന്ന് പറയുമ്പം നമ്മൾ പറയും മനസ്സിന് പ്രായമില്ല, ആളിനാണ് പ്രായം വെക്കുന്നത്. അതുപോലെ തന്നെയാണ്
വർഷങ്ങളായി കുട്ടിക്കാലം തൊട്ടേ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് ചേട്ടനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 15 വർഷത്തോളമായി സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സീസണിൽ കൃഷി ചീരയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു തുണ്ട് ഭൂമി പോലും വെറുതെ ഇടുന്നില്ല, എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇടവിള ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എള്ള് കൃഷി ചെയ്യുന്നുണ്ട്, കൂവക്കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് ഒരു സമയവും വെറുതെ കളയാതെ ആ പ്രായം നോക്കാതെ തന്നെ നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. കിളിയല്ലൂർ കൃഷിഭവൻ്റെ ഏരിയയിൽ തന്നെ ഇപ്പോൾ ഒരു 2-3 സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വടക്കേവിളയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കർഷകൻ എന്ന് പറയുന്നത് നമുക്കൊരു ആസറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കർഷകരെ വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. എല്ലാവരും ഇതുപോലെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹം ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രായം ഒന്നിനും ഒരു ലിമിറ്റ് അല്ല എന്നുള്ളതിനുള്ളൊരു മാതൃക. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അടുക്കളത്തോട്ടത്തിലാണ്. അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോഴും ചെറിയ കൃഷിയല്ല, എങ്കിലും ഒരു 10-20 വർഷമായിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടൻ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതും പ്രത്യേകിച്ച് ചീരയാണ് പ്രധാനമായി കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കൃഷി. ധാരാളം പേർക്ക് ജൈവവളത്താൽ ഉൽപ്പാദിപ്പിക്കുന്ന ചീര ഇവിടെ വളരെ പ്രയോജനം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്തകളിൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ ചീര വിൽപ്പനയ്ക്കായി കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ പേർ ഇവിടെ വന്നും കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചീര വാങ്ങിക്കാറുണ്ട്. എങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ പച്ചക്കറിയും മറ്റ് കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്വയം ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ. നമ്മുടെ കൃഷിഭവൻ്റെയും നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ കൃഷ്ണൻകുട്ടി ചേട്ടന് ലഭിക്കുന്നുണ്ട്. എങ്കിലും ജൈവവളം ഉപയോഗിച്ച് മാത്രമാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറിയും മറ്റ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്കിൽ ഈ കാര്യത്തിലെല്ലാം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ പ്രദേശത്ത് ആൾക്കാരെ രോഗത്തിൽ നിന്നൊക്കെ വിമുക്തി നേടുന്നതിന് വേണ്ടി വിഷമുള്ള പച്ചക്കറികളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ഈ പച്ചക്കറി തോട്ടം വളരെ ഉപകാരപ്രദമാകുന്നതാണ്. നമ്മളെ ശൈലി നടത്തുന്ന പാർട്ടി ആണ് ഇത്. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ചീര വാങ്ങിക്കുന്ന ആളാണ്. സ്ഥിരമായി കടപ്പാക്കടയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. എല്ലാ മാർക്കറ്റിലും ഉണ്ട്, വിൽപ്പന നടത്തുന്ന പാർട്ടിയാണ്. ഓക്കെ. നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഡിവിഷൻ കിളികല്ലൂർ ഡിവിഷനിലെ അനീസ്, സുധീർ എന്ന് പറയുന്ന 2 വ്യക്തികൾ പൊതുപ്രവർത്തകരായിട്ടുള്ളവരാണ്. അവർ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൃഷി തുടങ്ങി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആദ്യം ഒരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് ആ ആശങ്കയെല്ലാം മാറി അത് നല്ല നിലയിൽ പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അതിനെല്ലാവിധ സഹായവും ഈ പറഞ്ഞ അനീസ്, സുധീർ ഉൾപ്പെടെ നന്നായിട്ട് അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു വിളവെടുപ്പ് ഇവിടെ നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുകൂടിയാകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ നിരവധിയായി ഇങ്ങനെ കൃഷി ചെയ്ത്, അതായത് മനുഷ്യൻ്റെ ആരോഗ്യം പഴയ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകത്തക്ക രീതിയിൽ മണ്ണിൽ പണിയെടുത്തുകൊണ്ട് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന, ഇനി നമുക്ക് അത് ശ്രദ്ധിച്ചേ പറ്റൂ. നിലവിലുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ജീവിതശൈലി രോഗങ്ങളെല്ലാം, ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം മാറിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള നാടൻ പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി, അത് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാകുന്ന നല്ല ലാഭകരം എന്നുള്ളതല്ല പ്രശ്നം. ലാഭകരം എന്ന് പറയുമ്പോൾ അതിലുപരി മനസ്സിന് സന്തോഷമായിട്ട്, മനസ്സിന് തൃപ്തിയായിട്ട് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ബാക്കി വരുന്നത് നമുക്കിവിടെ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇത് മേടിച്ച് പെട്ടെന്ന് തന്നെ ഇതൊരു ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ നല്ല ചീരയായാലും വെണ്ടയായാലും അങ്ങനെ നിരവധിയായിട്ടുള്ള പച്ചക്കറികൾ ഇവിടുന്ന് വിറ്റുമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഡിവിഷനിൽ ഇപ്പോൾ നിരവധി, ഇപ്പോൾ മുമ്പത്തേക്കാളേറെ
ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷിയൊക്കെ ജീവിപ്പിക്കുന്നതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും അതുകൂടാതെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ഇടവിള കൃഷി നടത്തുന്നതിന് ഒക്കെയുള്ള സൗജന്യമായിട്ട് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം മെച്ചപ്പെടുത്തി നമ്മുടെ നാട്ടിൽ ഒരു കാർഷിക സംസ്കാരം വീണ്ടെടുക്കുവാൻ ഇത്തരം കൃഷികൾ നന്നായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൃഷ്ണൻകുട്ടിപ്പിള്ള കാനത്തഴിയത്ത് പടിഞ്ഞേറ്റൽ വീട്, കന്നിമേൽച്ചേരി, കിളിയല്ലൂർ PO, കൊല്ലം 4. ഞാൻ സ്ഥിരമായി ഇവിടെ തന്നെയാണ് താമസം. എൻ്റെ സ്ഥലം കിളിയല്ലൂർ തന്നെയാണ്. എനിക്ക് പ്രൈവറ്റിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം റിട്ടയർഡായതിനു ശേഷമാണ് ഈ കൃഷി ഞാൻ ആരംഭിച്ചത്. പഴയ കാലത്ത് നെൽകൃഷി മറ്റ് കൃഷികളൊക്കെ കരകൃഷികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അത് ഇപ്പം തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചീരകൃഷിയിലാണ് മറ്റ് നിത്യവൃത്തിക്കുള്ള കാരണങ്ങൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കൃഷി തുടങ്ങിയിട്ടപ്പം ഏകദേശം എത്ര വർഷമായി കാണും? ഞാൻ ജനിച്ച സമയത്തെ ഉണ്ട്. പക്ഷേ ഇത് എന്നെ താല്പര്യമായിട്ട് ചെയ്തത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഒരു 10-15 വർഷം വരും. 15 വർഷം 20 വർഷത്തോളം അന്നും ഉണ്ടെങ്കിൽ വിപുലമാക്കിയിട്ടില്ല. ശരി ശരി. നമ്മൾ കൂടുതലും ചീരയാണോ കൃഷി ചെയ്യുന്നത്? ചീര മാത്രമേ മറ്റുള്ള നമ്മളാ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യും. അപ്പം ചീര ഈ വർഷം 365 ദിവസം ആകെ ഈ സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ. അതായത് ഈ വൃശ്ചികമാസം മുതൽ ഏതാണ്ട് വിഷു, അതായത് മീനം മേട പകുതി വരെ, അന്നേരം വരെ കൃഷി ചെയ്യാൻ പറ്റൂ. അത് 2 മാസത്തിന് മുമ്പ് ചെയ്തെങ്കിൽ മാത്രമേ അന്ന് അവസാനിക്കൂ. 1.5 മാസം 2 മാസം അത് അന്നേരം ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിൻ്റെ ഈ സീസൺ ആണ് പ്രധാനമായിട്ട്, വെയിലാണ് ഇതിന് പ്രധാനം. പിന്നെ രാവിലെയും വൈകിട്ടും വെള്ളം. പിന്നെ നമ്മൾ ഇത് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു കിളച്ച് വളവും എല്ലാം ചേർത്ത് ഇതേപോലെ കളമാക്കി കളത്തിനകത്ത് ഈ ചീര അരി പാവി 10-15 ദിവസത്തിന് ശേഷം ഒരു 2-3 ഇലകളൊക്കെ ആവും. അത് ഇതുപോലെ കളച്ച് പണകളാക്കി വളമിട്ട് നല്ലതുപോലെ രാവിലെയും വൈകിട്ടും വെള്ളം തെളിച്ച് ഇട്ടിരുന്ന് 15 ദിവസം കഴിയുമ്പോൾ ഈ തൈ നട്ട് ഇതേപോലെ വളർച്ചയിൽ എത്തി. എന്നിട്ട് ആരെങ്കിലും മാർക്കറ്റിൻ്റെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കച്ചവടം നടന്നിരിക്കും. നമ്മളിത് പൂർണ്ണമായും ജൈവ രീതിയിലാണ്, ജൈവമായിട്ട് മാത്രമേ ഉള്ളൂ. ചാണകവും പിന്നെ വെള്ളവും, ചാണകവും വെള്ളവും, പിന്നെ വേറൊന്നുമില്ല, പശുക്കളില്ലല്ലോ. പിന്നെ ഇത് ചെയ്യും. വാങ്ങിയത് ഭയങ്കര ചിലവാണ്. പിന്നെ പൂട്ടി ട്രാക്ടർ വെച്ചാൽ പൂട്ടുന്നത്. ട്രാക്ടർ കൊണ്ടുവന്ന് പൂട്ടിച്ച് 2-3 പ്രാവശ്യം പൂട്ടും. ഇവിടെ ട്രാക്ടർ കൊണ്ട് വരുന്നില്ല, കളയ്ക്കുക. ഇത് കൂടാതെ ഇനി വേറെ വടക്കേവിള 36 സെൻറ്റ് കൃഷിഭൂമിയല്ല, കരഭൂമിയാണ്. അവിടെ ഇത് മാത്രം ഈ സീസൺ വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ ചീര കഴിഞ്ഞാൽ മറ്റു വിളകളും മറ്റു വളം നമ്മൾ നോട്ടം ഇരിക്കുമല്ലോ. മറ്റിടത്ത് അത് പറ്റത്തില്ല. ശരി. അപ്പോൾ ഈ ചീരയുടെ വിത്തെന്ന് പറയുന്നത് ഈ പരുവമാകുമ്പോൾ നമ്മൾ 1-2 കള വിട്ടേക്കും. അത് പൂത്ത് കായായി വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 3-4 അടി ഉയരമാകും. അതിൽ നിന്ന് ആ പൂ കായായി നല്ല പാകം വന്നതിന് ശേഷം അത് കട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് പൂക്കൾ ആ അരിയോട് കൂടി കൊണ്ടുവന്ന് ഉണക്കി അത് പൊഴിച്ച് പരുവത്തിന് ചൂടടിച്ച് ഉണക്കി അത് വിത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ സൂക്ഷിച്ചിട്ട് അത് പിന്നെ ഈ സമയമാകുമ്പോൾ ഉപയോഗിക്കും. വിൽപ്പന അരിയൊന്നും വിൽക്കാറില്ല. അല്ല, ഇത് നമ്മുടെ ചീര വിൽക്കുന്നത് മൊത്തത്തിൽ ഇതുപോലെ കളവാക്കി നമ്മൾ റേറ്റ് പറഞ്ഞ് 400, 500, 300, 700 പണം അനുസരിച്ച് റേറ്റ് എടുക്കും അല്ലേ? ശരി ശരി ശരി. അല്ലാതെ നമ്മളല്ലാതെ ലൂസായിട്ട് വിൽപ്പനയില്ല. കാരണം നമുക്ക് അത് 1-2 ദിവസം കട്ടിച്ച് നടത്തും. പിന്നെ നടക്കാൻ പറ്റത്തില്ല. കാരണം അവർ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ വന്നില്ലേ എന്ത് ചെയ്യും? വെള്ളം നമ്മളവിടെ പമ്പ് സെറ്റ് ഉണ്ട്. ഇവിടെ പമ്പ് സെറ്റ് വെച്ച് വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ഇതുവരെ ഇല്ല.
നമ്മുടെ ഈ സംരംഭത്തിന് ഐഷയുടെയും ആസിയയുടെയും ഈ നല്ല ഒരു കഠിന പ്രയത്നം ഇവിടെ ഉണ്ടായി. നിങ്ങളെങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പരിപാലനം നടത്തിയത്? സ്കൂളിലൊക്കെ പോകേണ്ടവരല്ലേ? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? മോള് പഠിക്കുന്നതല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ഇത് വരുന്നത്? ഞങ്ങൾ സ്കൂളിൽ പോകുന്ന മുമ്പാണ് ഇവിടെ വെള്ളം ഒഴിക്കാനൊക്കെ വരുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകും. അങ്ങനെ പിന്നെ വൈകിട്ടും വരും. വൈകിട്ട് വന്ന് ഇവിടെ കുറേ അധികം നേരം നിന്നിട്ട് വെള്ളം ഒഴിക്കുക അങ്ങനെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ കൃഷി ചെയ്യുമ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കത് കിളിച്ച് വരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ കിളിച്ച് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ലേ. അതെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമുക്ക് ഒരു കൃഷി എന്ന് പറയുന്നത് മനസ്സിലേക്ക് ആഴുന്നു. അത് നമുക്ക് വേണ്ട ഒരു സംസ്കാരമാണ്. പണ്ട് കാലത്തുള്ളവർക്കായി അതുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്കുണ്ടായി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും. അതെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തുടർന്നുള്ള കാര്യങ്ങൾ? ഇനിയും തുടർന്ന് പോകുന്ന ഇനിയും കൃഷി, അതായത് ഇപ്പോൾ ചെയ്തത് പറിക്കുമല്ലോ, പറിച്ചു കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ അവരുടെ കൂടെ നിന്ന് ചെയ്യുമല്ലോ, അതിനെന്താ പറയാൻ? ഇനിയും ഇത് നല്ലപോലെ പോകുന്നതാണ് നമുക്കൊരാഗ്രഹം. നല്ലത് പോട്ടെ. സ്കൂളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ? ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് സ്കൂളല്ല, സ്കൂൾ കഴിഞ്ഞതാ. അപ്പം നിങ്ങളുടെ ഒരു സഹായം എപ്പോഴും ഉണ്ടോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഇക്കാര്യത്തിൽ? വളരെ സന്തോഷമുള്ള കാര്യമാണോ? ഇതെന്ന് പറയുമ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതെന്ന് പറയുമ്പോൾ കുറേ അധികം വിഷാംശങ്ങളൊക്കെ ചേർക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ആർക്കും ഒരു കുഴപ്പവും വരത്തില്ല. അതൊന്നും മായവും ചേർക്കാത്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസ്തയോടെ എല്ലാവർക്കും നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ല ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ മറ്റ് കെമിക്കലൊന്നും ചേരാത്ത നല്ല വൃത്തിയുള്ള പച്ചക്കറി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെറുതായി ആദ്യം തുടങ്ങുകയും ഇനി അത് നല്ല രീതിയിൽ വിപുലപ്പെടുത്തി നമ്മുടെ പരിസരത്തുള്ളവർക്ക് അതുപോലെ നമ്മൾ അന്വേഷിച്ച് വരുന്നവർക്ക് നല്ല പച്ചക്കറി കൊടുക്കുക, അതും കെമിക്കലില്ലാത്ത നല്ല പച്ചക്കറി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉള്ള വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടർന്നുള്ള ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ സന്ദർഭത്തിൽ പറയൂ. കൃഷി ചെയ്യുന്നവർക്ക് സ്ഥലം ഒരു പ്രശ്നമല്ലെന്നാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും, ഇപ്പോൾ ചീരയുടെ സീസണാകുമ്പോൾ ചീര, എള്ളിൻ്റെ സീസണാകുമ്പോൾ എള്ള്, മറ്റ് കിഴങ്ങിൻ്റെ സമയമാകുമ്പോൾ അത്, മധുരക്കിഴങ്ങിൻ്റെ സമയമാകുമ്പോൾ അത്, അങ്ങനെ ഓരോ സമയത്തും സീസൺ അനുസരിച്ച് ഉള്ള സ്ഥലത്ത് ചേട്ടന് 2 വീട് കഴിഞ്ഞിട്ട് ആകെ കാണുന്ന സ്ഥലമാണ് ഒരു 6-7 സെൻറ്റിൻ്റെ അകത്തേ ഉള്ളൂ. ഈ 6-7 സെൻറ്റിൽ നിന്നാണ് ചേട്ടൻ ഇത്രയധികം ചീരകൃഷിയും ബാക്കിയുള്ള കൃഷികളും എല്ലാം ഓരോ സീസൺ സമയത്ത് ചെയ്യുന്നത്. പ്രായവും സ്ഥലവും ഒന്നും കൃഷി ചെയ്യുന്നതിന് ഒരു തടസ്സവുമല്ലെന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് ബാക്കിയുള്ള കർഷകരും ഇതിലോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.